പരിശുദ്ധൻ പരിശുദ്ധൻ ബാബ പരിശുദ്ധൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യത്തിനാഥത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നീതിമാന്റെ ഓർമ്മ വാഴുവിനായിരിക്കട്ടെ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പോലെ വൈറ്റില സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധനായ പരിമളത്തിനുവേണ്ടി 123 ഓർമ്മ പെരുന്നാളും ഇടവയുടെ സിൽവർ ജൂബിലി ആഘോഷവും നവംബർ 15, 16 തീയതികളിൽ മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ യാക്കോമാർ ഐർനേനിയസ് മെത്രാപ്പോലീത്ത തിരുമനസിൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ സിൽവർ ജൂബിലി വർഷം ഇടവക ആഗ്രഹിക്കുന്നത്. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ഇടവക പൊതുയോഗത്തിൻ്റെയും തീരുമാനപ്രകാരം ഭവനങ്ങളില്ലാത്ത ഇടവകയിൽ ആളുകൾക്ക് ഭവനങ്ങൾ വെച്ചു കൊടുക്കുക, വിദ്യാഭ്യാസപരമായി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ തക്കവണ്ണം വിദ്യാഭ്യാസ സഹായം നൽകുക, ക്യാൻസർ അങ്ങനെയുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട് കിടക്കുന്നവരെ ചികിത്സിക്കുവാൻ സഹായിക്കുക, ഇങ്ങനെ വിവിധ പദ്ധതികളോടുകൂടിയാണ് ചാരിറ്റി പ്രവർത്തനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് 2025-26 വർഷത്തിൽ അത് കൂടുതലായി ചെയ്യുവാൻ തക്കവണ്ണം ഇടവക ആഗ്രഹിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ചേരുവാൻ സാധ്യമാകുകയുള്ളൂ. പരിശുദ്ധനായ പരിമളത്തിനുവേണ്ടിയുടെ പെരുന്നാളിൻ്റെ കൊടിയേറ്റ് കർമ്മം നവംബർ 9 തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെടുന്നതാണ്. പെരുന്നാൾ ദിവസങ്ങളിൽ 15 തീയതി ശനിയാഴ്ച 4 മണിക്ക് സിൽവർ ജൂബിലിയുടെ ഉദ്ഘാടന കർമ്മം അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമനസ് നിർവഹിക്കുകയും മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു അമ്മനും മുത്തൂറ്റിൻ്റെയും ജോർജ് അലക്സാണ്ടർ സാറും അതിൽ സഹകാർമ്മികരായിരിക്കുന്നതാണ്. അതോടൊപ്പം ഇടവയിലെ വിവാഹിതരായ 50 വർഷം പൂർത്തീകരിച്ച എല്ലാവരെയും ആദരിക്കുകയും 75 വയസ്സായ എല്ലാവരെയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് ക്രമീകരിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരവും അതേ തുടർന്ന് പെരുന്നാൾ സന്ദേശവും റാസയും എല്ലാവർക്കും അത്താഴ സദ്യയും 16 തീയതി രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരവും 8 മണിക്ക് അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമനസിൻ്റെ മുഖ്യകാർമ്മ്യത്തിൽ വിശുദ്ധ മൂന്നുമേൽ കുർബാനയും റാസയും ആശീർവാദവും നേർച്ച സദ്യയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനാപൂർവ്വം നിങ്ങളേവരും പങ്കെടുക്കുവാനും അതോടൊപ്പം ആത്മാർത്ഥമായി അതിൽ സഹകരിക്കുവാനും നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.